ഗൈസ്, അപ്പോൾ ഇന്നൊരു ക്യാരറ്റ് മുട്ടത്തോരൻ കണ്ടാലോ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ഡിന്നർ സ്പെഷ്യൽ ഒരു ക്യാരറ്റ് മുട്ടത്തോരൻ. സംഭവം കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. എന്തായാലും നമ്മൾ അൺഹെൽത്തി ഫുഡ്സ് ഒരുപാട് കഴിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്സും കൂടെ അതിൻ്റെ കൂടെ നമ്മൾക്കൊരു കോമ്പിനേഷനായിട്ട് പോയാലല്ലേ എല്ലാം ഒന്ന് സെറ്റ് ആകത്തുള്ളൂ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇന്ന് തോരൻ വെക്കാൻ കുറച്ച് ക്യാരറ്റ് ഇരിപ്പുണ്ട്. ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് കരുതി കുറച്ച് ക്യാരറ്റ് മുട്ടത്തോരൻ വെക്കാമെന്ന് വെച്ചു. സംഭവം ഈസിയാണ്. ക്യാരറ്റ് തോരൻ വെച്ച് അല്ലെങ്കിൽ മെഴുക്ക് പുരട്ടി വെച്ച് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇതെന്തായാലും ഇഷ്ടപ്പെടും. സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞ ക്യാരറ്റ്, സവാള, പച്ചമുളക് ഇത്രയും ഞാനൊന്ന് പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഇത്രയും ഐറ്റംസ് ഒന്ന് നല്ലപോലെ വേവിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തോരൻ ആവശ്യമായ തേങ്ങ, നമ്മൾ എത്ര ക്യാരറ്റ് എടുത്തോ അതിൻ്റെ ഒരു 1/4 ഭാഗം തേങ്ങയും കൂടെ ഒന്ന് ചേർക്കണം കേട്ടോ. അപ്പോൾ അത് തേങ്ങയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. അത് ക്യാരറ്റ് ഒന്ന് പകുതി വേഗം ആകുമ്പോഴത്തേക്കും നമുക്കിവിടെ മുട്ട റെഡിയാക്കാം. ഞാൻ 3 മുട്ട എടുത്തിരിക്കുന്നത്, കാരണം ഞാൻ എടുത്ത ക്യാരറ്റ് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് ഞാൻ 3 മുട്ട എടുത്തിട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന ക്യാരറ്റിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് മുട്ട ചേർക്കണം കേട്ടോ. അപ്പോൾ ഞാൻ 3 മുട്ട എടുത്തിട്ടുണ്ട്. ആ മുട്ടയാണ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മുട്ട ചേർത്ത് നല്ലതുപോലെ ഇളക്കി അത് ക്യാരറ്റും ആ ഒരു തേങ്ങയും ഒക്കെ ആയിട്ട് നല്ലതുപോലെ യോജിപ്പിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ 3 മുട്ട എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ആവശ്യമായ ഉപ്പ്, നമ്മൾ ഓൾറെഡി ക്യാരറ്റിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് വളരെ കുറച്ച് ഉപ്പ് മാത്രം ഇതിൽ ചേർത്താൽ മതി. അതെല്ലാം ഉപ്പ് ചേർക്കണം എന്ന് നിർബന്ധമില്ലെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാൻ ഇപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്, കാരണം ഞാൻ ക്യാരറ്റിൽ വളരെ കുറച്ച് ഉപ്പാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും മുട്ട കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും ഉപ്പ് ചേർക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ മുട്ടയിൽ ഉപ്പ് ചേർത്ത് ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കതൊന്ന് ബാലൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മളുടെ ക്യാരറ്റ് ഒരു സൈഡിൽ വേകുന്നുണ്ട്. അത് നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, നമ്മൾ ഒഴിച്ച ആ ഒരു എണ്ണയിലാണ് അതൊന്ന് കിടന്ന് വേകുന്നത്. അപ്പോൾ അത് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് സെറ്റായിട്ടുണ്ട്. വെന്ത് വന്നിട്ട് അതിൻ്റെ നടുക്ക് പോർഷൻ മാത്രം കുറച്ചൊന്ന് മാറ്റിയിട്ട് അവിടേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നടുക്ക് മാത്രമായിട്ട് ഒരു കുഴി പോലെ ആക്കിയിട്ട് എന്താ ഒഴിച്ചു കൊടുക്കുന്നതെന്ന് വെച്ചാൽ എങ്കിൽ നമുക്ക് എല്ലായിടത്തേക്കും മിക്സ് ചെയ്യാൻ ഈസി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നടുക്ക് പോർഷനിലേക്ക് മാത്രം കുറച്ച് സ്പേസ് ആക്കിയിട്ട് അവിടേക്ക് ഞാൻ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഒഴിക്കുന്നുണ്ട്. ആ മുട്ട നല്ലതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് ഇനി അതും നമ്മുടെ ഈ ക്യാരറ്റുമായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. മുട്ട ഒഴിക്കുന്ന ആ ഒരു ടൈമിൽ കുറച്ച് വെള്ളം നമ്മൾ ചേർത്തതുപോലെ കുറച്ച് വാട്ടർ കൺസിസ്റ്റൻസിയിലായിരിക്കും അത് നിൽക്കുന്നത്. പക്ഷേ അത് നമുക്ക് ഇങ്ങനെ ഇളക്കി അതിൻ്റെ ആ വെള്ളമയം ഒന്ന് കുറച്ചെടുക്കണം കേട്ടോ. നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ നല്ലതുപോലെ അതൊന്ന് ഡ്രൈ ആയി വരുന്നത് വരെ ഇളക്കി അതിനെ ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കുക, ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർക്കുക. അപ്പോൾ നമ്മളത് ആ ക്യാരറ്റ് മുട്ടത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിമ്പിൾ ആൻഡ് ഈസി റെസിപ്പിയാണ്. അപ്പോൾ ചെയ്യാത്തവർ മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.